ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിൻഡ് ചൈംസ് ആണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നമ്മൾ ഏത് ഡിസൈനിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡിസൈൻ നമ്മൾ ജെൽ പെൻ ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ വരച്ചെടുത്ത ആ ഒരു ഭാഗം നമ്മൾ കത്രിക ഉപയോഗിച്ച് വെട്ടിയെടുക്കണം. അത് കഴിഞ്ഞ് നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ആ ഒരു ജെൽ പെന്നിൻ്റെ ആ ഒരു പാട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ജെൽ പെൻ തന്നെ യൂസ് ചെയ്തത്. ഇനി നമ്മൾ ഗ്ലാസ് കളർ ഔട്ട്ലൈനർ ഉപയോഗിച്ചിട്ട് ആ ഒരു വെട്ടിയെടുത്ത ഭാഗത്തിൻ്റെ ബോർഡറൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഗ്ലാസ് കളർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് മിക്സ്ഡായി പോവാതിരിക്കാനായിട്ടാണ് ഈ ഒരു ഔട്ട്ലൈനർ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് ഗ്ലാസ് കളർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ലൈനർ വരച്ച് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അത് ഉണങ്ങാൻ വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഫെവിക്രിലിൻ്റെ ഗ്ലാസ് കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഒരു 6 കളറിൻ്റെ പാക്കറ്റാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 റുപ്പീസാണ്. ഗ്ലാസ് കളർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 3-4 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ആ ഒരു ടൈം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഇതേപോലെ ഒരു സൂചി എടുത്തിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് ആ കട്ട് ചെയ്തെടുത്ത ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഹോളിട്ട് കൊടുക്കണം. നമുക്ക് നൂല് കെട്ടിയിടാനായിട്ടാണ് ഇങ്ങനെ ഹോള് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ സാധാരണ ഒരു നൂലെടുത്തിട്ട് ആ ഹോളിൽ കൂടി ഒന്ന് കെട്ടി കൊടുക്കണം. അടുത്തതായിട്ട് എംബ്രോയ്ഡറി ഹൂപ്പിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച എല്ലാ ട്രാൻസ്പെറൻറ്റ് ഷീറ്റും അതിലേക്ക് നമ്മൾ കെട്ടി വെച്ച് കൊടുക്കണം.